ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ മക്കളെ വീട്ടിൽ വെച്ച് നമുക്ക് എൻ്റർടൈൻ ചെയ്യിക്കാനും അതുപോലെ അവർ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസിലായിട്ട് എൻഗേജ് ആയിട്ടിരിക്കാനും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനെ കുറിച്ചിട്ടാണ്. നമ്മുടെ കുട്ടികളൊക്കെ ബോറടിച്ചിരിക്കുന്ന ടൈമിൽ ഇപ്പോൾ ബോറടിച്ചിരിക്കാനൊന്നും ടൈമില്ല, കാരണം ഓൺലൈൻ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അവരും ബിസിയാണ്. എങ്കിലും ഫ്രീ ടൈം കിട്ടുമ്പോൾ, അതായത് മൊബൈലും ടി വി അതുപോലെയൊക്കെ അതിൻ്റെയൊക്കെ യൂസസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ചെയ്യിക്കാം. അവരത് ഇൻട്രസ്റ്റോടു കൂടി ചെയ്യുകയും ചെയ്യും. അത്തരം ആക്ടിവിറ്റീസിലൂടെ കുട്ടികൾ എൻ്റർടൈൻ ആവുന്നതിനോടൊപ്പം അവർ എൻഗേജ് ആയിട്ടിരിക്കും. അങ്ങനെ അവരുടെ ഫ്രീ ടൈമൊക്കെ കിട്ടുമ്പോൾ അവരത് നല്ല രീതിയിലായിരിക്കും യൂസ് ചെയ്യുക. കാരണം മൊബൈലും ടി വി അതുപോലുള്ള ചിന്തകളൊക്കെ മാറിയിട്ട് അവരത് ഇൻട്രസ്റ്റോടു കൂടെ തന്നെ ചെയ്തു തീർക്കും. അപ്പോൾ അത്തരം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ ആക്ടിവിറ്റീസാണ് ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ആക്ടിവിറ്റി ആയിട്ട് എടുത്തത് ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ ഏതൊരു കുട്ടികൾക്കും പെയിൻറ്റ്, ബ്രഷ് ഇതൊക്കെ നല്ല ഇഷ്ടമായിരിക്കില്ലേ ചെയ്യാൻ. അതുപോലെ തന്നെയാണ് ഇവിടെയും. പേപ്പറിലൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഫസ്റ്റ് ടൈമാണ് അവൾ ഒരു ബോട്ടിലിൽ ഇതുപോലെ പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിലാണ് മോള് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെ മക്കളൊക്കെ ഇതുപോലെ ചെയ്ത് തുടങ്ങിയിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് കൊടുത്തു നോക്കൂ. ആ ഒരു ടൈം നമ്മൾ അവരുടെ കൂടെ ഇരുന്നിട്ട് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക. ബാക്കിയെല്ലാം അവർ ചെയ്യട്ടെ. ഇങ്ങനെ ബോട്ടിൽ പിടിച്ചു കൊടുക്കാനും ഓരോ സജഷൻസ് കൊടുക്കാനൊക്കെ നമ്മൾ കൂടി ഇരിക്കുക. ബാക്കിയൊക്കെ അവർ ചെയ്യട്ടെ. അത് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്ത് അതിലൊരു ഫ്ലവറൊക്കെ വെച്ച് അവരുടെ സ്റ്റഡി ടേബിളിലോ മറ്റോ പ്ലേസ് ചെയ്യുക. അപ്പോൾ നമ്മളതിന് നല്ല മൂല്യം കൊടുക്കുന്നുണ്ട്, നല്ല വാല്യൂ കൽപ്പിക്കുന്നുണ്ടെന്ന് അവർ കണ്ടു കഴിഞ്ഞാൽ അവർക്കത് അത്തരം ക്രിയേറ്റീവായിട്ടുള്ള ആക്ടിവിറ്റീസൊക്കെ ചെയ്യാൻ നല്ല ഇഷ്ടമായിരിക്കും. ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ അവർക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചിത്രങ്ങൾ വേണം നമുക്ക് ബോട്ടിൽ വരച്ചു കൊടുക്കാൻ. അതാകുമ്പോൾ അവർക്ക് പെട്ടെന്ന് ചെയ്യാൻ കഴിയും. അപ്പോൾ ബോട്ടിൽ ഒറ്റയ്ക്ക് വരക്കാൻ കഴിയാത്തതിൻ്റെയും കൊടുക്കാത്തതിൻ്റെയും സങ്കടത്തിലാണ് ചെറിയ ആൾ. അതിൻ്റെ ദേഷ്യവും സങ്കടമൊക്കെ മുഖത്ത് നല്ലോണം കാണുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈം ആയാലും ഇതുപോലെയൊക്കെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഫായിസ്മോൻ പറഞ്ഞ പോലെ ചിലവർക്ക് റെഡിയാവും, ചിലവർക്ക് റെഡിയാവില്ല. അപ്പം അങ്ങനെ കരുതിയാൽ മതി. അത് പ്രാക്ടീസ് ചെയ്ത് കുറേ കഴിയുമ്പോൾ റെഡിയാവും. അപ്പോൾ അവൾക്ക് കഴിയുന്ന രീതിയിൽ അവളേതായ ക്രിയേറ്റിവിറ്റി അവൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തത് പിസ്ത ഷെല്ലിൻ്റെ ആർട്ടാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ ട്രീ വരച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഔട്ട്ലൈൻ വരച്ചിട്ടുണ്ട്. ബാക്കി അവൾ തന്നെയാണ് വരയ്ക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പിസ്ത കഴിച്ചിട്ട് അതിൻ്റെ ഷെല്ലൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണ് പതിവ്. അപ്പോൾ ഞാൻ ഇത്തരം ക്രാഫ്റ്റൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ സേവ് ചെയ്ത് വെക്കുന്ന പരിപാടിയുണ്ട്. അപ്പം അത് വെച്ചിട്ടൊരു ട്രീ വരച്ചിട്ട് അതിൽ കുറച്ച് ബേർഡ്സ് ഇരിക്കുന്നതായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ബേർഡ്സിന് വേണ്ടിയിട്ട് പിസ്ത ഷെല്ല് അവൾ പെയിൻറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ നമുക്ക് നമ്മുടെ ചെറിയ മക്കൾ, അതായത് ടോഡ്ലേഴ്സിനെയും ചെയ്യിക്കാൻ പറ്റും. കാരണം ഒരു ട്രീ വരച്ചിട്ട് അതിൽ ജസ്റ്റ് സ്റ്റിക്ക് ചെയ്ത് വെക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് അവരെയും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമുക്ക് ഇത്തരം ആക്ടിവിറ്റീസൊക്കെ ചെയ്യിക്കാൻ. കാരണം ഇതിങ്ങനെ പ്ലേസ് ചെയ്യുന്നതിലൂടെ അവരുടെ ഫിംഗർ മസിൽസ്, ചെറിയ ചെറിയ ഫൈൻ മോട്ടോഴ്സ് ഫിംഗർ മസിൽസിലൊക്കെ ഡെവലപ്പ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ ഐ ഹാൻഡ് കോർഡിനേഷന് ഇതൊക്കെ നന്നായി ഡെവലപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസാണ്. അതുകൊണ്ടാണ് നമ്മുടെ ടോഡ്ലേഴ്സിനെയും ഇതിൽ ഉൾപ്പെടുത്തണമെന്ന് പറയുന്നത്. ഇത് ഞാൻ സ്വിച്ച് ബോർഡിൻ്റെ സൈഡിലായിട്ട് കുറച്ച് മുമ്പ് ചെയ്തു വെച്ചൊരു ആർട്ടാണ്.
അപ്പോൾ നമുക്ക് ഇത് അവർ ചെയ്തതും ഇതുപോലെ കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ അവരെ കൊണ്ട് തന്നെ പ്ലേസ് ചെയ്യിപ്പിക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഹാപ്പി ആവും കുട്ടികൾ. അപ്പോൾ ഇത് അവർക്ക് അവിടെ സ്റ്റിക്ക് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതാണ് അവിടെ. അപ്പോൾ അടുത്ത ആക്ടിവിറ്റി ആയിട്ട് കൊടുത്തത് ഈസി ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. ഒരു ഹാർട്ട് ഷേപ്പ് കൊടുത്തിട്ടുണ്ട്, അതിൽ അവർ തന്നെ സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇതുപോലെ ചെറിയ ചെറിയ കട്ട് പീസസ് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. ഇതൊക്കെ പറഞ്ഞാൽ അവർക്ക് ഫ്രീ ടൈമിലൊക്കെ അല്ലെങ്കിൽ മൊബൈൽ TV ഒക്കെ കണ്ടിരിക്കുന്ന ടൈമിനേക്കാളും എത്രയോ ബെറ്ററാണ് ഇതുപോലുള്ള ആക്ടിവിറ്റീസൊക്കെ കൊടുത്താൽ. വെറുതെ ഇരിക്കുമ്പോൾ ഫാമിലിയിൽ എല്ലാവർക്കും കൂടി ഇരുന്ന് ഒരുമിച്ച് ചെയ്യാവുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ചെറിയ മക്കൾ അവർക്കൊക്കെ ഇൻട്രസ്റ്റോട് കൂടി അത് മുഴുവനാക്കിയിട്ട് ലാസ്റ്റ് വരെ ചെയ്യാൻ അവർ നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇത്തരം ആക്ടിവിറ്റീസൊക്കെ എന്ന് പറഞ്ഞാൽ കിഡ്സിനെ എൻഗേജ് ആയിട്ട് ഇരുത്താൻ പറ്റിയ ആക്ടിവിറ്റീസാണ്. കാരണം അത് ഫില്ലായത് വരുന്നത് വരെ അവരെന്തായാലും അത് ചെയ്തിട്ടേ എണീക്കുള്ളൂ. അത് കംപ്ലീറ്റ് ആക്കുന്നത് വരെ എന്തായാലും ചെയ്യും. അപ്പോൾ നമുക്ക് അവരെ എൻഗേജ് ആയിട്ട് ഇരുത്താൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റിയാണിത്. ഇതിപ്പോൾ ഹാർട്ട് ഷേപ്പ് തന്നെ കൊടുക്കേണ്ട, ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ഫില്ല് ചെയ്യുന്ന ഒരു ആക്ടിവിറ്റി ആയിട്ട് കൊടുക്കുക. അപ്പോൾ അത് ഫില്ലാവുന്നത് വരെ അവർ ചെയ്യും. അപ്പോൾ ഈ ആക്ടിവിറ്റി പറഞ്ഞാൽ ഫിംഗർ പെയിൻറ്റിങ്, അതായത് അവർ ഫിംഗർ യൂസ് ചെയ്തുകൊണ്ട് അവർ ഒരു ട്രീൻ്റെ പിക്ചർ ഔട്ട്ലൈൻ വരച്ചു കൊടുത്തിട്ടുണ്ട്. ബാക്കി അവൾ തന്നെ വരച്ചിട്ട് അതിൻ്റെ ലീഫ് ആയിട്ട് അവർ ഫിംഗർ യൂസ് ചെയ്തിട്ട് ഗ്രീൻ കളർ വെച്ചിട്ട് ഒരു ലീഫ് പോലെ ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ ഇതും നല്ലൊരു ആക്ടിവിറ്റിയാണ്, അവരെ എൻഗേജ് ആയിട്ട് ഇരുത്താനും പറ്റിയ നല്ലൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതും സെയിം പാറ്റേണിൽ വരുന്നൊരു ആക്ടിവിറ്റി തന്നെയാണ്. ഇത് ലീഫിന് പകരം നമ്മുടെ വെണ്ടക്ക, അതായത് ലേഡീസ് ഫിംഗർ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ഗ്രീൻ കളർ വെച്ചിട്ടും അതുപോലെ ഫ്ലവർ പോലെ അത് വെച്ചിട്ട് തന്നെ റെഡ് കളർ വെച്ചിട്ടും ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ്. ഇത്തരം ആക്ടിവിറ്റീസൊക്കെ അവർ നല്ല ഇൻട്രസ്റ്റോടു കൂടെ തന്നെ ചെയ്യും. കാരണം ഇവരൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല, ഇപ്പോഴത്തെ ചെറിയ മക്കളൊന്നും അങ്ങനെ ചെയ്തിട്ടുണ്ടാവില്ല. കാരണം നമ്മൾ ചെറിയ ഡ്രോയിങ് ബുക്സൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ട് അതിലുള്ള പെയിൻറ്റിങ്ങല്ലേ ഉള്ളൂ. അപ്പം ഇതുപോലുള്ള പെയിൻറ്റിങ്സൊക്കെ കുട്ടികൾക്ക് കൊടുത്തു നോക്കിയാൽ നല്ല ഇൻട്രസ്റ്റോടെ അവർ ചെയ്യും. അവർ തന്നെ ഔട്ട്ലൈൻ വരച്ചിട്ട് ഇതുപോലെ ഒരു ട്രീൻ്റെ ഷേപ്പിലാക്കി എടുക്കുന്നുണ്ടല്ലോ, ഇതുപോലെ ഓരോ തിങ്സ് കൊടുത്തിട്ട് അല്ലെങ്കിൽ അവരെ ഫിംഗർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യിക്കാം. അടുത്ത ആക്ടിവിറ്റി ആയിട്ട് ഞാൻ കൊടുത്തൊരു ഫൺ ഗെയിമാണ്, അതായത് ഒരു ഫൺ മേക്കപ്പ് ബോർഡ്. ഇത് ഗേൾസിന് ഇത്തരം ആക്ടിവിറ്റീസ് നല്ല ഇൻട്രസ്റ്റ് ആയിരിക്കും. ഇവരുടെ കാര്യത്തിൽ തന്നെ ഇവർ മൊബൈലിലാണെങ്കിലും ലാപ്ടോപ്പിലൊക്കെ ഇതുപോലെ ഗെയിംസ് കയറ്റി വെച്ചിട്ടുണ്ട്. കാരണം നെയിലിൽ കളർ ചെയ്ത് കൊടുക്കുക, അതുപോലെ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുക്കുക, കണ്ണെഴുതി കൊടുക്കുക, അങ്ങനത്തെയൊക്കെ ഫണ്ണായിട്ടുള്ള മേക്കപ്പ് ആക്ടിവിറ്റീസ്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു നമ്മുടെ A4 ഷീറ്റിൽ ഇതുപോലെ വരച്ച് കൊടുത്തിട്ട് അതൊരു കാർഡ്ബോർഡിൽ എന്തെങ്കിലും സ്റ്റിക്ക് ചെയ്ത് വെക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ നോർമൽ പ്ലാസ്റ്റർ യൂസ് ചെയ്തിട്ട് ഫുൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ കളർ ചെയ്യാൻ പോകുന്നത് ഈ പ്ലാസ്റ്ററിൻ്റെ മുകളിലാണ്. അപ്പോൾ അത് ഈസി ആയിട്ട് നമുക്ക് ഇറേസ് ചെയ്യാനും പറ്റും. അപ്പോൾ അത്രയേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അത് വീണ്ടും അവർക്ക് അതന്നെ യൂസ് ചെയ്യാൻ പറ്റും ഇറേസ് ചെയ്തിട്ട്. അപ്പോൾ അവർ കളർ ചെയ്യുന്നത് പ്ലാസ്റ്ററിൻ്റെ മുകളിലാണ്, താഴെയാണ് പിക്ചർ ഉള്ളത്. അപ്പോൾ പൊതുവെ ഗേൾസിനായിരിക്കുമല്ലോ ഇത്തരം ആക്ടിവിറ്റീസിനോടൊക്കെ ഇൻട്രസ്റ്റ്. അതുകൊണ്ട് തന്നെ ഇവർ നല്ല ഇൻട്രസ്റ്റോടു കൂടിയാണ് ഇത് ചെയ്യുന്നത്. അത് ഇറേസ് ചെയ്തിട്ട് വീണ്ടും ഈ ആക്ടിവിറ്റി തന്നെ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ചെയ്യുന്നതൊരു ബബിൾ ഗെയിമാണ്.
അപ്പോൾ പൊതുവേ കുട്ടികൾക്കൊക്കെ ബബിൾസ് വെച്ച് കളിക്കാൻ നല്ല ഇഷ്ടമായിരിക്കും. അപ്പോൾ ഈ ബബിൾ സൊല്യൂഷനായിട്ട് എടുത്തത് 1 ടേബിൾ സ്പൂൺ ഷുഗർ, 1 ഗ്ലാസ് വാട്ടർ, അതുപോലെ തന്നെ 3 ടേബിൾ സ്പൂൺ ഷാംപൂ. അത് മിക്സ് ചെയ്തിട്ടുള്ളൊരു സൊല്യൂഷനാണ്. അപ്പോൾ അടുത്ത ആക്ടിവിറ്റിയെ നമുക്ക് മാജിക് കളർ എന്നോ അല്ലെങ്കിൽ മാജിക് ടിഷ്യൂ എന്നൊക്കെ വിളിക്കാം. അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ ടിഷ്യൂ പേപ്പറിൽ കുറച്ച് പിക്ചേഴ്സ് വരച്ചിട്ടുണ്ട്. അതിന് മുകളിലത്തെ പീസിൽ നമ്മൾ ഔട്ട്ലൈൻ മാത്രം വരച്ചു കൊടുക്കാം. അതിൻ്റെ ഉള്ളിലായിട്ട് നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളേഴ്സിൽ നമുക്കത് ഫില്ല് ചെയ്തിട്ടുള്ള പിക്ചറും വരയ്ക്കാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ അവർ കാണാതെ വേണം ചെയ്യാൻ. എന്നിട്ടത് പ്ലെയിൻ ആയിട്ടുള്ള വെള്ളത്തിലേക്ക് അവരുടെ മുമ്പ് വെച്ചിട്ട് നമ്മളത് പ്ലെയിനായ വെള്ളത്തിലേക്ക് ഓരോന്നായിട്ട് പ്ലേസ് ചെയ്യാം. അപ്പോൾ അവരിത് വിചാരിക്കുന്നത് ഇത് നല്ല മാജിക് ആയിട്ട് എന്തോ നടക്കുകയാണ്, മാജിക് കളറാണ് അല്ലെങ്കിൽ മാജിക് ടിഷ്യൂ ആണെന്നൊക്കെയാണ്. പക്ഷേ അത് പിക്ചറിൻ്റെ താഴത്തെ പിക്ചറിൻ്റെ റിഫ്ലക്ഷൻ പുറത്തേക്ക് വരികയാണെന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ വീട്ടിലൊക്കെ ഫ്രീ ടൈം കിട്ടുമ്പോൾ നമുക്ക് ഇതുപോലെ ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലെയൊക്കെ കൊടുത്ത് അവരെ എൻഗേജ് ആയിട്ടും അതുപോലെ എൻ്റർടൈൻ ചെയ്യിച്ചിട്ടും ഒക്കെ ഇരുത്തുക. ഇന്നത്തെ തിരക്കേറിയ ലൈഫിൽ നമ്മൾ അതിനും ടൈം കണ്ടെത്താം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.